ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്യൂഷൻ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഒന്നിക്കുന്ന വെച്ചാൽ നമ്മുടെ കല്യാണ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഒരു ചായ കൂടിയോട് കൂടിയിട്ടാണ് എന്നിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ജുനൈദും ഉണ്ട്. അപ്പോൾ ജുനൈദോടെ ചായ കുടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജുനൈദിൻ്റെ മുമ്പ് നമുക്ക് ചായയൊക്കെ തന്നുകൊണ്ടുണ്ട്. സോ നമുക്ക് കല്യാണപ്പൂരായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കല്യാണ വീട്ടിൽ വന്നുകൊണ്ടുണ്ട്. നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് വന്ന് നമ്മൾ കുറച്ച് പബ്ജി ഒക്കെ കളിച്ച് BGMI ഒക്കെ കളിച്ച് ഒരുപാട് കാലമായി. അങ്ങനെ കുറച്ച് BGMI ഒക്കെ കളിച്ച് അങ്ങനെ ഇരുന്ന സമയത്താണ് നമുക്ക് അടുത്ത ടാസ്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഈ കല്യാണമൊക്കെ പ്രമാണിച്ച് നമ്മൾ ഒരുപാട് പർച്ചേസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു റിസപ്ഷനിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് സൽക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സൽക്കാരത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഞാനത് ഡ്രസ്സ് എടുക്കാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആകെ 5 ദിവസം കൂടെ മാത്രം നമുക്ക് ബാക്കിയുള്ളൂ. പക്ഷെ എന്തായാലും നമ്മൾ ജുനൈദിനൊക്കെ മോട്ടറാക്കിയിട്ട് ജുനൈദിനെയും കൊണ്ട് പോകാനുള്ളൊരു പ്ലാനുണ്ട്. എന്താണ് ജുനൈദ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ നിങ്ങൾ നിൽക്കുന്നത്? നീയൊക്കെ പറഞ്ഞിട്ട് വേണ്ട എന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ. ഞാനിവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ തലവേദന എൻ്റെ തലയിലാണല്ലോ. വീട്ടില് ഉത്തരവാദിത്തമില്ലാത്ത ആകെ ഒരാളുള്ളൂ, അത് ഇഞ്ഞ മൊത്തം ഡിലേ ആക്കുന്ന ഇവിടുത്തെ എല്ലാ കാര്യവും. ഇഞ്ഞൊന്ന് നേരെ എന്നാ ഇവിടെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകും. എൻ്റെ കല്യാണത്തിലേക്ക് എനിക്കൊന്നും ഡിലേ ആക്കാൻ പറ്റൂലേ ഗൈസ്? എന്താണ് ഇതിനൊക്കെ പറയുന്നത്? എന്തായാലും നമുക്ക് എന്തേക്കാം, നമുക്ക് നേരെ താമരശ്ശേരിയുള്ള കുറച്ച് ഷോപ്പുകളിലൊക്കെ തേണ്ടി തിരിയാം. കോഴിക്കോടൊക്കെ പോയി നോക്കിയത് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ഫോമൽ ടച്ച് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. കല്യാണപ്പുരയിലേക്ക് ഗസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഗസ്റ്റ് ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വാപ്പാൻ്റെ സിസ്റ്ററിൻ്റെ മക്കളും എല്ലാം കൂടെ ഒരു പട തന്നെയുണ്ട്. അപ്പം എല്ലാവരും കൂടെ കല്യാണ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ ഹാളിലിരുത്തി. ജുനൈദാണ് മെയിൻ, എന്താ പറയുക, എല്ലാവരെയും പേടിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് പിള്ളേരെല്ലാം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറ്റാണ്ട് അയച്ച് ജുനൈദിനെ ഫുൾ കോർഡിനേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ജുനൈദ് പിന്നെ കുട്ടികളെ കയ്യിലെടുക്കാൻ പണ്ടേ ഒരു കഴിവുണ്ട്. അത് കഴിഞ്ഞ് വന്നവർക്കൊക്കെ നമ്മൾ കുറച്ച് സ്നാക്സും ജ്യൂസും ചായയൊക്കെ കൊടുത്ത് ഒന്ന് സൽക്കരിക്കണമല്ലോ, കല്യാണമല്ലേ. അങ്ങനെ സൽക്കരിച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നോക്കുമ്പോൾ ജുനൈദും എൻ്റെ അനിയനാണ് ഈ മുടി നെട്ടിക്കുന്ന വെച്ചാൽ എൻ്റെ അനിയനാണ്, അവനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ നേരെ കാർട്ടൂൺ ഇട്ട് കൊടുക്കുക പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കാർട്ടൂൺ വേണ്ട, എനിക്ക് ഹൊറർ മൂവി വേണമെന്ന്. പിള്ളേരൊക്കെ വളർന്നു പോയി, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. അങ്ങനെ ഹൊറർ മൂവി ഇട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹൊറർ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവനാണ് നിർബന്ധം ഹൊറർ മൂവി കാണണമെന്ന്. മൂവി ഇട്ടപ്പം തന്നെ ഇവൻ്റെ തൽക്കാലം എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ആശാൻ നല്ല പേടിയുണ്ട്, എന്നാലും പടം ഇട്ട് കാണുകയും വേണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പടം മാറ്റാനൊക്കെ പറഞ്ഞ് കാർട്ടൂൺ ഇട്ടിട്ടൊന്നൊക്കെ ചോദിച്ചു. എന്നാലും ആശാൻ നല്ല രീതിയിൽ മൂവി എൻജോയ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ജുനൈദിനെ പിടിച്ച് പിള്ളേരെല്ലാം കൂടെ എന്തെങ്കിലും പെൺകുട്ടിയാക്കി. പിന്നെ അങ്ങോട്ട് അവന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു, അവനെ ഒരുക്കുന്നു. ആ ഒരു തിരക്കിലായിരുന്നു കുട്ടികളെല്ലാവരും. ആ ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനും എൻ്റെ കുറച്ച് കല്യാണപരമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ മറന്ന് കുട്ടികളെ കൂടെ അങ്ങ് കൂടി. അങ്ങനെ എന്ത് ചെയ്ത് വ്ളോഗാന്ന് പറഞ്ഞപ്പം ഓരോരുത്തരും കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് വന്നപ്പോൾ പന്തലിൻ്റെ പണി എവിടം വരെ ആയി നോക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ പന്തലിൻ്റെ പണിയെന്ന് വെച്ചാൽ ഏകദേശം അവർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫ്രണ്ട് ഏരിയയിലുള്ള പന്തലും സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മുടെ കല്യാണം പ്രമാണിച്ച് ശ്രാദ്ധി ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം എന്താണ് പറയാനുള്ളത് കല്യാണവുമായി സംബന്ധിച്ച്? നമുക്ക് ഇങ്ങനെ കടന്നാൽ മതി, കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിക്കാവുന്നേ ഉള്ളൂ. ആദ്യ കാലത്ത് നമുക്ക് കല്യാണം കഴിക്കണം. സോ എന്തെങ്ങനെയുണ്ട് കല്യാണ വീട്ടിൽ വന്നിട്ട് എന്ത് പറയുന്നു? അതെ, ആദ്യം ഇവിടെ സിനിമ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാം. അങ്ങനെ നമ്മൾ പന്തൽ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല കളർഫുൾ ഡെക്കറേഷനൊക്കെ ആയിട്ട് അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ ലുക്ക് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഇന്നത്തെ അടുത്ത ചടങ്ങായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടിക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ച ഡ്രസ്സ്, ഇപ്പോൾ കല്യാണത്തിനുള്ള ഡ്രസ്സും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാധാരണയായിട്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് ഒരു 2 ദിവസം മുമ്പാണ് നമ്മൾ കൊണ്ടു കൊടുക്കുക. പക്ഷേ നമ്മളെന്താ ചെയ്തു, നമുക്കൊരു 4 ദിവസം 5 ദിവസം മുമ്പ് നമ്മൾ എന്താക്കി ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കല്യാണ ദിവസം നമ്മൾ ബിസി ആയിരിക്കും, നമുക്കൊരു റഷ്യും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സമാധാനമായിട്ട് നേരത്തെ കൊണ്ടു കൊടുക്കാം. നമ്മളങ്ങനെ ആചാരങ്ങളും ചടങ്ങുകളൊക്കെ പൊളിച്ചടക്കി പുതിയ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുനൈദ് ഉണ്ട്, എൻ്റെ അനിയൻ ഫായിസ് ഉണ്ട്, ജുനൈദിൻ്റെ ഉമ്മയുണ്ട്, നമ്മുടെ അമ്മായിയുണ്ട്. സോ നമ്മളെല്ലാവരും കൂടെയാണ് ഈ ഒരു ചടങ്ങിന് വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് ചെക്കൻ പോകാറില്ല, എന്നാലും ഞാൻ ഇവർക്കൊരു കൂട്ടിന് വേണ്ടി ഞാൻ പോവാണ്. നമ്മൾ ഏർലി പെൺകുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുത്ത് നമ്മുടെ ആ ഒരു ചടങ്ങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം രാത്രി 1 മണിയായിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇതേപോലെ ഓരോരോ ചടങ്ങുകളും ഓരോ ദിവസത്തെ മെമ്മറീസൊക്കെ ആയിട്ട് നമുക്ക് ഏതായാലും അടുപ്പിച്ച് നമുക്ക് കുറച്ച് വ്ളോഗ്സ് വരുന്നതായിരിക്കും. എന്തായാലും അതൊരിക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ ഗൈസ്.